എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നേ നവ്യനെ തകർക്കാനായിട്ട് അഭി വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. വെറുതെയുള്ള പ്ലാനുകളൊന്നുമല്ല, നിർമ്മലിനെ വെച്ചിട്ടാണ് ആ വലിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇനി ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം. അതിനു വേണ്ടിയിട്ട് വൃത്തികെട്ട തന്ത്രങ്ങളൊക്കെയാണ് അഭി മെനയുന്നത്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് നന്ദുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഗോവിന്ദ് അറിയുവാണ്. അനിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിയുമ്പം നന്ദു ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. അപ്പൊ ഈ കാര്യം ഗോവിന്ദൻ അറിയുവാണ്. നന്ദുവിന്റെ മനസ്സിൽ അനിയുണ്ട്, അനിയോട് നന്ദുവിന് പ്രണയമാന്നൊക്കെ. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദനും കനയൻ തകർന്നു പോവാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നന്ദുവിനെ കുറിച്ചുള്ള വലിയ സത്യങ്ങള് കനകയെ അറിയുമായിരുന്നു. നന്ദുവിന്റെ മനസ്സിൽ അനിയാണുള്ളത്, അവനോട് ഭയങ്കര പ്രണയമാന്നൊക്കെ. ഇതറിഞ്ഞു കഴിഞ്ഞപ്പം കനകയ്ക്ക് സഹിച്ചില്ല. കനകയുടെ മനസ്സ് നൊന്തു. രണ്ട് പെൺമക്കൾ ആ വീട്ടിലുണ്ട്. അവരെ ഇപ്പൊ അവിടെ ചെന്നതിന് ശേഷമുള്ള സംഭവവാസങ്ങൾ കാരണം ഇപ്പൊ ഒരു ദിവസം പോലും ഒരു സമാധാനത്തോടെ കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. ആ സമയത്താണ് നന്ദുവിന്റെ മനസ്സിൽ അനിയും കൂടെ ഉള്ളത്. അങ്ങനെ പുറത്തു പോയി വന്ന നന്ദുവിനോട് ഇതിനെക്കുറിച്ച് കനക ചോദിക്കുന്നുണ്ട്. അവസാനം നന്ദുവിന് സമ്മതിക്കേണ്ടി വന്നു. കുറ്റസമ്മതം നടത്തി കഴിയുമ്പം നന്ദുവിനെ തലങ്ങും വിലങ്ങും തല്ലുവാണ് കനക. കനകയ്ക്ക് സഹിച്ചില്ല നന്ദുവിന്റെ ഈ പ്രവൃത്തിയൊക്കെ. ഇത് കണ്ടുകൊണ്ട് വന്ന് ഗോവിന്ദൻ കനകനെ ചീത്ത പറയണം. പക്ഷെ കനകയ്ക്ക് ഗോവിന്ദനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഗോവിന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പോ വല്ല ടെൻഷനും കയറി ചങ്കുനുവേനും ഉണ്ടായാലോ എന്നോർത്തോണ്ട് ഗോവിന്ദനോട് സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അപ്പൊ അവൾ പുറത്തു പോകുന്നു. പുറത്തു പോയിട്ട് തോന്നിയ സമയത്തൊക്കെ കയറി വരുന്നേ. അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലിയെന്നൊക്കെയാണ് പറയണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ കനകനെ ചീത്ത പറയണേ. എന്തിനാ അവള് പുറത്തു പോയിട്ടുണ്ടെങ്കിലും അവൾ ഇതിനായിട്ട് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലോ. അവള് ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി ചാടിയിട്ടില്ലല്ലോ. അവള് ഇപ്പോഴും ഈ കുടുംബത്തിൽ നന്നായിട്ട് തന്നെ ജീവിക്കുന്നത് എനിക്കറിയാം. ഇനി അവളെ മേലെ തല്ലിയേക്കലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ചേർത്ത് പിടിക്കുവാണ്. നന്ദുവിനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് വല്ലാത്ത വിഷമം വന്നിട്ടുണ്ട്. അങ്ങനെ ഗോവിന്ദൻ പോയി കഴിയുമ്പോൾ തന്നെ കനക വന്ന് നന്ദുവിനെ കുറ്റപ്പെടുത്തുകയാണ്. കണ്ടില്ലേ, നിന്റെ അച്ഛൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ സ്നേഹമൊക്കെ നിനക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? നിന്നെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം വേദനിക്കുമെന്ന് നിനക്കറിയാവോ? അതുകൊണ്ട് ഇതൊന്നും വേണ്ട മോളെ, നമുക്ക് നീ അനിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടാരെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലമ്മേ, എൻ്റെ മനസ്സിലാകെ അപ്പോഴേ പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അനാമികനെ ആരെ വേണമെങ്കിലും അനി കല്യാണം കഴിച്ചോട്ടെ, എനിക്ക് അതിനകത്തൊരു പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷേ കനകയ്ക്കറിയാം നന്ദുവിന്റെ മനസ്സിന് വിഷമം എന്താന്ന്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നന്ദു, ഓടിച്ചാടി എപ്പോഴും നടന്നിരുന്നായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് നന്ദു അങ്ങനെ ഒതുങ്ങി കൂടിയത്. പക്ഷെ അധിക ദിവസം ആ സത്യങ്ങളൊക്കെ ഗോവിന്ദനിൽ നിന്ന് ഒളിച്ചു വെക്കാനായിട്ട് കനകയ്ക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഗോവിന്ദന്റെ മുന്നിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു കനകയ്ക്ക്. നന്ദു അനിയെ പ്രണയിക്കുന്ന കാര്യമൊക്കെ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഗോവിന്ദൻ പൊട്ടിക്കരയുക ചെയ്തേ. ഗോവിന്ദന് മനസ്സിലായി, കാരണം നന്ദു ഈ കുടുംബത്തിന് വേണ്ടി തന്റെ ചേച്ചിമാർക്കും വേണ്ടിയിട്ടാണ് തന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നത്. പിന്നീട് നന്ദുവിനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് ഗോവിന്ദൻ, നമുക്ക് ചേരേണ്ടത് മതി മോളെ, ഈ ബന്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, മോൾക്ക് അറിയാലോ എന്നൊക്കെ. പക്ഷെ അതിന് ഒരു എതിരഭിപ്രായം നന്ദുവിനില്ലായിരുന്നു. അച്ഛനും അമ്മയും പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാനായിരുന്നു നന്ദുവിന് താല്പര്യം. അനി മനസ്സിലുണ്ടെങ്കിൽ പോലും ആ അനിയെ മനസ്സിൽ നിന്ന് മായച്ചു കളയാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നന്ദു. പക്ഷെ എത്രയായിട്ടും നന്ദുവിന് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണെങ്കിൽ അഭിയാണെങ്കിലോ എങ്ങനെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം നവ്യനെ, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് നിർമ്മലമായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അഭി. നവ്യയുടെ അതുപോലെ തന്നെ നിർമ്മലും കൂടെ അടുത്ത് നിൽക്കുന്നു, പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവളുടെ ഫോണിനകത്ത് അവളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിർമ്മലിൻ്റെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കൊണ്ട് സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് അതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത് അത് അവിടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആയുധമായിട്ട് പ്രയോഗിക്കുകയാണ്. അപ്പോൾ അത് കൊറിയറായിട്ട് അങ്ങോട്ട് അയച്ചു വിടുവാണെങ്കിൽ ഒരു പക്ഷേ ഈ ഫോട്ടോസ് എന്ന് കിട്ടുന്നത് നവ്യയുടെ കയ്യിൽ അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണ്, വീട്ടിലെല്ലാവരും അറിയും. പിന്നെ ആ ഒരു കാരണം മതി അവളെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കൊറിയറായിട്ട് ആ ഫോട്ടോസൊക്കെ അബി എന്ത് ചെയ്യണം, വീട്ടിലേക്ക് അയച്ചു വിടുകയാണ്. അങ്ങനെ അബിയുടെ കഷ്ടകാലവശാൽ ആ ഫോട്ടോസ് ആദ്യം കിട്ടുന്നത് ദേവേന്റെ കയ്യിലാണ്. ദേവേന എന്ത് ചെയ്യുവാണ്, ആ ജലജയുടെ കൊടുത്തിട്ട് അവൾക്കൊരു കൊറിയർ എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞ് കൊടുക്കുവാണ്. ജലജ എന്ത് ചെയ്യുക, അത് പൊട്ടിച്ചു നോക്കാൻ തുടങ്ങുന്ന സമയത്താണ് മുത്തശ്ശി ഇത് കാണുന്നത്. മുത്തശ്ശി എന്ത് ചെയ്യുക, ആ ഫോട്ടോസുമായിട്ട് നേരെ നവ്യയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശി അത് കണ്ടായിരുന്ന ആ ഫോട്ടോസ് പിന്നീട് നവ്യയുടെ കയ്യിൽ കൊണ്ടേ കൊടുക്കുകയാണ് ഈ ഫോട്ടോസ്. ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ നവ്യ പൊട്ടിക്കരയുവാണ്. നവ്യയ്ക്ക്
സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നവ്യ ഒരു തെറ്റ് ചെയ്തു, പക്ഷെ ഇങ്ങനത്തെ ഒരു തെറ്റ് അവൾ ഒരിക്കലും ചെയ്തിട്ടില്ല. മുത്തശ്ശി ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ മുത്തശ്ശിയോട് അവൾ സത്യാവസ്ഥയൊക്കെ തുറന്നു പറയുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, കോളേജ് ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറം ഞാനും അവനും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ ഈ ഫോട്ടോസ് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് അവൾ പറയുന്ന വിശ്വാസമായി. ഒരു തെറ്റ് അവൾ ചെയ്തു, പ്രഗ്നന്റ് അന്ന് കള്ളത്തരം പറഞ്ഞു, അവൾ ആണയിട്ട് പറഞ്ഞു. അത് ഞാൻ കള്ളത്തരം പറയേണ്ട അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അബി അല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊരു പുരുഷന്മാർ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതെന്റെ കോളേജ് ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറം ഞങ്ങളൊരു റിലേഷനും ഇല്ലായിരുന്നു പറയാണ്. മുത്തശ്ശിക്ക് അതൊരു വിശ്വാസമായി. മുത്തശ്ശി പറഞ്ഞ് ആരോട് ഇതിനെക്കുറിച്ച് പറയുമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഈ ഫോട്ടോസിന് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അതായിരിക്കും ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശന് സ്ഥിതിഗതികൾ എന്താവെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും അറിയേണ്ടാന്ന് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ നവ്യ കണ്ടപ്പോൾ നവ്യെ തകർന്നു പോയി. പക്ഷെ അങ്ങനെ അടങ്ങിയിരിക്കാനായിട്ട് അഭി ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അവൻ നിർമ്മലിനെ കൊണ്ട് നവ്യനെ വിളിപ്പിക്കുകയാണ്, ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയാണ്. അവൻ പറയുന്നിടത്ത് ചെല്ലാനൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് പിന്നെ എന്ത് ചെയ്യണം തരത്തില്ലാത്തൊരു അവസ്ഥയെ ആരോടും തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കത്തും കൂടെ ഇല്ല ഇങ്ങനൊരു സംഭവം. താനിനി കള്ളത്തരം പറയുന്നതാണ്, താനും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുള്ളൂ. കാരണം ഇതിനും ഒരു പ്രഗ്നൻസി നാടകമൊക്കെ കളിച്ചുകൊണ്ട് തൻ്റെ മേലുള്ള വിശ്വാസം എല്ലാവർക്കും പോയെന്ന് നവ്യക്ക് അറിയാവുന്ന കാര്യമാണ്. അവസാനം നയനയോട് ഈ കാര്യങ്ങളൊക്കെ നവ്യ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ നയനെ നവ്യയെ രക്ഷിക്കാനായിട്ട് തുഴഞ്ഞിറങ്ങുവാണ്. നയനയ്ക്ക് വേണമെങ്കിൽ അവള് പറയുന്ന കേട്ടിട്ട് അവളെ രക്ഷിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആരോടും പറയാതിരിക്കായിരുന്നു. പക്ഷെ നയന എന്ത് ചെയ്യുവാണ്, ഈ കാര്യങ്ങളെല്ലാം ആദർശനോട് പറയുന്നുണ്ട്. ഒരനുഭവം ഉണ്ടല്ലോ നയനയ്ക്ക്, ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ആദർശനോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് ആദ്യം നവ്യനെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല. പിന്നീട് നയന പറയുന്ന കേട്ടിട്ട് ഇതെന്താന്ന് കണ്ടുപിടിക്കാൻ തന്നെ ആദർശം ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും പിന്നീട് കല്യാണം മുടക്കാനായിട്ട് എങ്ങനെയെങ്കിലും അനിയുടെ കല്യാണം ഒന്നും മുടക്കണം, അതിനു വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങുവാണ് ജലജ. കാരണം അനിയുടെ കല്യാണം മുടക്കിയില്ലെങ്കിൽ തന്റെ മോനേക്കാളും ഉയർന്നൊരു ബന്ധം അവന് കിട്ടും. അത് മാത്രമല്ല, ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ജ്വല്ലറിയുടെ MD അവനാകും. അതൊരു കാരണവശാലും പാടില്ല. അപ്പൊ ആ കല്യാണം മുടക്കാനായിട്ട് ജോത്സ്യരെ പോയി കാണുന്നുണ്ട് ജലജ. പിന്നീട് ജോത്സ്യന് മുഹൂർത്തം നോക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും ജോത്സ്യർ പറയുന്നുണ്ട് ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനും എല്ലാവർക്കും വല്ലാത്തൊരു വിഷമമായിപ്പോയി. കല്യാണത്തിന് പ്രശ്നമുണ്ട്, ഈ ജാതകങ്ങൾ തമ്മിൽ ചേർത്തില്ലാന്ന്, കുറച്ച് പൊരുത്തക്കേടുകളുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ആദർശ് എന്ത് ചെയ്യണം, ജോത്സ്യനെ കൊണ്ട് പറയിപ്പിക്കുവാണ്. ഈ കല്യാണം ഇങ്ങനെ പൊരുത്തക്കേടുണ്ടെങ്കിലും കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കല്യാണം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ജോത്സ്യൻ കുറച്ച് പരിഹാരങ്ങളൊക്കെ അതിന് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. മുത്തശ്ശന്റെ മനസ്സ് വേദനിക്കരുത്, അപ്പൊ കല്യാണം നടക്കണം, അതിനുവേണ്ടിയിട്ടാണ് ജോത്സ്യനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്, പരിഹാര പ്രക്രിയകളൊക്കെ പറയിക്കുന്നത് തന്നെ. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് സഹിച്ചില്ല. ജലജയാണ് ജോത്സ്യനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് തന്നെ. അവസാനം പരിഹാരക്രിയകളൊക്കെ ചെയ്യാനായിട്ട് ഇവരെല്ലാം കൂടെ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അനിയുടെ ഉള്ളിൽ നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എല്ലാവരും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ അനി ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ പറയും, മുത്തശ്ശന്റെ അവസ്ഥ ഓർത്തപ്പോൾ അത് പറയാൻ പോലും സാധിച്ചില്ല. പിന്നീട് നയനയ്ക്ക് അനിയുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. നയന എന്ന ആദർശയോട് പറയുന്നുണ്ട് അനിയുടെ മനസ്സിൽ വേറെ ആരോ ഉണ്ട്, അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു കല്യാണം അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് ശരിയാണെന്നൊക്കെ. പക്ഷെ ആദർശം ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല. ആദർശ് പറഞ്ഞു അവന്റെ മനസ്സിൽ ആരാണെങ്കിലും കുഴപ്പമില്ല, മുത്തശ്ശൻ തീരുമാനിച്ച വിവാഹമാണ്, ഈ വിവാഹത്തിൽ നിന്ന് ഇനി പിന്മാറാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനാമികയുടെ വിവാഹം അങ്ങനെ തീയതിയൊക്കെ നിശ്ചയിച്ചു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ തകർന്നു പോയി നന്ദുവിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് കനയ്ക്കും വല്ലാത്ത വിഷമമായിരുന്നു. നന്ദു ഇനിയിപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുവോ, അനിയൻ നഷ്ടപ്പെടുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം കനകയുടെ ഉറക്കവും നഷ്ടപ്പെടുവാണ്. കനയ്ക്കും വല്ലാത്തൊരു വെപ്രാളമായി പോയി. കനയ്ക്കും പേടി തോന്നുവാണ് നന്ദുവിനെ കുറിച്ച് ഓർത്തിട്ട്. ഓരോ ദിവസം നന്ദുവിന്റെ പോക്ക് കണ്ടിട്ട് ഇനിയിപ്പോൾ ഈ സത്യങ്ങളൊക്കെ ആരുടെയും തുറന്നു പറഞ്ഞാലോ, നയനയോടെങ്കിലും തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയന എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും, അത് വേണ്ട. അതുകൊണ്ട് ആരും അറിയണ്ട, നന്ദുവിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം, അവൾക്ക് വിധിയില്ലെന്ന് കൂട്ടിയാൽ മതി, ഇപ്പം അവളുടെ സങ്കടം കണ്ടാൽ മതി. പക്ഷെ ഈ കാര്യങ്ങൾ അനന്തപുരിയിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ തന്നെ കനയ്ക്ക് സഹിച്ചില്ല. അതുകൊണ്ട് തങ്ങളുടെ വേദന തങ്ങൾ തന്നെ ഉള്ളിലൊതുക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ആരോടും കനക തുറന്നു പറയുന്നില്ല. അങ്ങനെ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി നന്ദുവിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി.